Assalamu alaikum wa rahmatullah. Good morning everybody. Bismillah, alhamdulillah, wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق لنا ولجميع المسلمين آمين برحمتك يا أرحم الراحمين. Dear students, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസിലെ കോർ കോഴ്സായ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ. ഈ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ എന്ന സംഗതി മനസ്സിലാവുക. നമ്മളുടെ പാഠത്തിൻ്റെ ബുക്കിൻ്റെ പേര്, ഈ പേപ്പറിൻ്റെ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ഈ പാഠമായ ഈ പുസ്തകമായ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിലെ പ്രശ്നങ്ങൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് സാമൂഹികമായ സാമ്പത്തികമായ രാഷ്ട്രീയപരമായ ഘടകങ്ങളെ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ധാരാളം കാലം യൂറോപ്യൻ കോളനിയായി 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമൊക്കെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് അധിനിവേശനത്തിന് കീഴിൽ കഴിഞ്ഞ് ഏകദേശം 18-19 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ, മുഗൾ രാജവംശത്തിൽ നിന്ന് ബ്രിട്ടീഷ് കൊളോണിയലിൽ അവസാനിക്കുന്ന, അങ്ങനെ 1947 സ്വതന്ത്രമാകുന്ന ഇന്ത്യയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് നേരെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ പീരീഡ് ധാരാളം ആക്ട്സുകളും സബ്ജുഡിക്കേഷൻസും നിയമങ്ങളും നിയമാവലികളും ഒക്കെ ഇന്ത്യയിൽ നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? ഇവർ ഈ നടപ്പിലാക്കിയ പല കാര്യങ്ങളെയും നമ്മളുടെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ, അതായത് ഫ്രീഡത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ഇവർ നടപ്പിലാക്കിയ പല ആക്റ്റുകളും സബ്ജുഡിക്കേഷൻസും പോളിസീസും ഒക്കെ നമ്മളുടെ പൊളിറ്റിക്സിൻ്റെ, നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ആദ്യമായി കാണാൻ പറ്റുന്നത് ഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതിൽ ഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നത് ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ, ഇത് അവരുടെ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതേപോലെ തന്നെ പിന്നീട് ജുഡീഷ്യറി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്. പിന്നെ ഇത് ഇനി നമ്മൾ ഇൻഫോർമൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ട്രോറൽ മെഷീനറീസ്, നമ്മൾ ഇലക്ഷൻ നടത്തുവാനുള്ള ടെക്നിക്സ്, അതൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വായത്തമാക്കിയതാണ്. അതേപോലെ മാസ് മീഡിയ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ബ്യൂറോക്രസി, ഇതെല്ലാം ബ്രിട്ടീഷുകാർ അവർ ഭരിക്കുന്ന സമയത്ത് തന്നെ അവരിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയെടുത്ത സംഗതികളാണ്. അതേപോലെ തന്നെ നാഷൻഹുഡ് പൊസിഷൻ, അതായത് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ നമ്മൾ അവരിലൂടെ വാങ്ങിയെടുത്ത സംഭവങ്ങളാണ്. പിന്നീട് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ, പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത് 1947 ശേഷം ഇന്ത്യ സ്വതന്ത്രമാകുന്നു. അങ്ങനെ 1951 ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രി ആകുന്നു. അങ്ങനെ ഇന്ത്യയിൽ ധാരാളം ഫോംസ്, അവരിൽ നിന്ന് നമ്മൾ കിടമെടുത്ത മറ്റു ഫോമുകളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ അങ്ങനെയുള്ള സംഭവം നമ്മൾ അവരിൽ നിന്നാണ് കടമെടുത്തത്. അതേപോലെ തന്നെ സെൻട്രൽ പവർ, അതായത് ഇന്ത്യ നേരത്തെ ധാരാളം ഛിന്നഭിന്നമായി കിടന്ന കൊച്ചു കൊച്ചു രാജഭരണങ്ങളായിരുന്നു. ഇവയൊക്കെ കൂട്ടി ഒരു സെൻട്രൽ പവർ, നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ഫെഡറലിസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. ഒരു കേരള സ്റ്റേറ്റിലേക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രമാവാൻ പറ്റൂല. അങ്ങനെ കുറച്ച് വിഘടനവാദങ്ങളൊക്കെ നേരത്തെ സംഭവിച്ചു അല്ലേ, 1967 ശേഷം സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഫെഡറലിസ്റ്റ്, എന്നാൽ നമ്മളൊക്കെ ഒരു ഫെഡറൽ സിസ്റ്റമാണെങ്കിലും കർണാടക ഇങ്ങനെ ഓരോ നമ്മൾ സ്റ്റേറ്റുകൾ, 28ഓളം സ്റ്റേറ്റുകളും അതേപോലെ തന്നെ നമ്മൾ യൂണിറ്ററി ടെറിട്ടറികളും ഒക്കെ ഒന്നിച്ച ഒരു സെൻട്രൽ പവറിൻ്റെ കീഴിലാണ് നമ്മൾക്ക് വരുന്നത്. നമ്മളുടെ പട്ടാളം ഒക്കെ ഒന്നാണ്. അപ്പോൾ
ഒരു ഫോർമേഷൻ ഓഫ് സെൻട്രൽ പവർ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയതാണ്. ലോ ആൻഡ് ഓർഡർ, നിയമങ്ങളും നിയമവസ്തുതകളും ഒക്കെ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജസ്റ്റിസ്, നല്ല രീതിയിലുള്ള ഭരണം. പ്രധാനമായിട്ടും മുഗൾ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മളത് ഫോളോ ചെയ്തത്. അവരുടെ അടുത്ത് ഹൈറാർക്കിയൽ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ബ്യൂറോക്രസി, നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊക്കെ പറയുന്നത് നേരത്തെ കാലത്ത് ബ്രിട്ടീഷ് പീരീഡിൽ അന്ന് ICS, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ്, ബ്രിട്ടീഷ് നടത്തുന്ന അതിനെ നമ്മൾ പരിഷ്കരിച്ച രൂപമാണ് ഇന്നത്തെ IAS-ഉം നമ്മളുടെ IPS-ഉം ഇങ്ങനെയൊക്കെയുള്ള സിവിൽ എക്സാമുകൾ. അങ്ങനെയുള്ള സിവിൽ എക്സാമുകൾ നടത്തി അതിൽ ഏറ്റവും ഉന്നതരായ വ്യക്തികൾക്ക് മാത്രമാണ്, അത് തന്നെ ബ്രിട്ടീഷ് സിറ്റിസൻസായ ആൾക്കാർക്ക് ഈ ഇന്ത്യയിൽ ഭരിക്കാനും, ഇന്ത്യയിലുള്ള ജനറൽ ഗവർണർ ആവട്ടെ, അങ്ങനെ അടുത്തടുത്ത പൊസിഷനുകളൊക്കെ ആവട്ടെ, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുത്തു. എന്നാൽ പിന്നീട് അവർ ബ്രിട്ടീഷുകാരല്ല ഇന്ത്യക്കാരും ഈ പോസ്റ്റുകളൊക്കെ ജയിച്ചാൽ അവർക്കും ഈ പോസ്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. എനിവേ, ഈ ബ്യൂറോക്രസി എന്ന സമ്പ്രദായം നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് കിട്ടിയത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ റിഫോംസ്, സാമൂഹിക നവോത്ഥാനങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിൽ വളരെ എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ഉണ്ടായി. ബ്രിട്ടനിൽ പോയിട്ട് അഭ്യസ്തവിദ്യരായി വന്ന ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നടമാടിക്കൊണ്ടിരുന്ന ധാരാളം അന്ധകാരങ്ങളും ഈവിൽ പ്രാക്ടീസുകൾക്കൊക്കെ എതിരെ ഇവർ ബ്രിട്ടീഷ് സോഷ്യൽ റിഫോമേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഉദാഹരണത്തിന് അന്നുണ്ടായിരുന്ന സതി, അതേപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അല്ലേ, സ്ത്രീ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ വധിച്ചു കളയുക, അതേപോലെ ചൈൽഡ് മാരേജ്, സതി എന്ന സമ്പ്രദായം, ഇവയെയൊക്കെ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള, നമുക്കറിയാം സതി നമ്മുടെ രാജാറാം മോഹൻ റായിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടെ അന്നത്തെ 1828 1835 ഇവിടുത്തെ ഭരണാധിപനായിരുന്ന ലോർഡ് വില്യം ബെൻട്രിക്കിൻ്റെ സപ്പോർട്ടോടുകൂടെ സതി ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കി. എനിവേ, ഇതൊക്കെ ബ്രിട്ടീഷുകാരിലൂടെ ഉണ്ടായ സംഭവങ്ങളാണ്, അവരിലൂടെ ഉണ്ടായിത്തീർന്ന സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.